ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എൻഡ് സ്ക്രീൻ ഓർ കാർഡ്സ്. ഈ രണ്ട് കാര്യങ്ങൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലരുടെ വീഡിയോയുടെ നമ്മൾ ഏതെങ്കിലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റിൽ കുറച്ച് സാധനങ്ങൾ പോപ്പപ്പായിട്ട് കാണിക്കാറുണ്ട്. അതായത് അവരുടെ അടുത്ത നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിസ്റ്റ് അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് അല്ലെങ്കിൽ നല്ല ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോ ആയിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് മുകളിൽ കുറച്ച് വീഡിയോസിൻ്റെ ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് പോപ്പപ്പ് ആക്കുക. അതിനെയാണ് എൻഡ് സ്ക്രീനും കാർഡ്സ് ഇത് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് കാണിക്കാമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ നമ്മുടെ ക്രോമിനകത്ത് തുറക്കും. ആപ്പല്ല, ക്രോമിനകത്ത് തുറക്കുന്നത് കേട്ടോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ തുറന്നത് നിങ്ങൾക്കറിയാം. അതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചാനൽ കോണ്ടൻറ്റ് എന്നുള്ള കാര്യമാണ്. ചാനൽ കോണ്ടൻറ്റ് എന്തിനാണ് വേണ്ടത്? അതിനകത്ത് നമ്മൾക്ക് ഏതൊക്കെ വീഡിയോസ് ഇത്രയും നാൾ അപ്ലോഡ് ചെയ്ത് ഇൻക്ലൂഡ് ഷോർട്സൊക്കെ കാണാം. അപ്പം നമ്മൾ ഏത് വീഡിയോ, ഇത് മോസ്റ്റ്ലി ലോങ് വീഡിയോസിലാണ് ചെയ്യുന്നത്. അപ്പം ഏത് ലോങ് വീഡിയോയിലാണ് നിങ്ങൾ ഈ എൻഡ് സ്ക്രീനും കാർഡും വേണ്ടതെന്ന് വെച്ചാൽ അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഒരു വീഡിയോ ചുമ്മാ അങ്ങ് സെലക്ട് ചെയ്തെന്ന് വെച്ചോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് എൻഡ് സ്ക്രീന് കാർഡ്സ്. അപ്പോൾ ആദ്യം എൻഡ് സ്ക്രീൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അവിടെ എൻഡ് സ്ക്രീൻ എന്നുള്ളത് തുറന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കേട്ടോ. 2 വീഡിയോയും സബ്സ്ക്രൈബ് ബട്ടണും മാത്രം വേണോ, അല്ല 2 വീഡിയോ മാത്രം വേണോ, അല്ല സബ്സ്ക്രൈബ് ബട്ടണും ഒരു വീഡിയോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാമെന്ന് വെച്ചോ. കണ്ടോ? ഇപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് എന്ത് 2 വീഡിയോസും ഒരു സബ്സ്ക്രൈബ് ബട്ടണെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബ് ബട്ടൺ ഓൾറെഡി എൻ്റെ ഞാൻ ബാനറിനകത്ത് കൊടുത്തിരിക്കുന്ന എൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യുന്ന ആ വീഡിയോ നിങ്ങൾക്ക് ഒന്നിൽ പ്ലേലിസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വ്യൂ ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഇതുണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ബെസ്റ്റ് ഫോർ വ്യൂവർ അല്ലെങ്കിൽ ചൂസ് സ്പെസിഫിക് വീഡിയോ. ഞാൻ ചൂസ് സ്പെസിഫിക് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും വീഡിയോ ഞാൻ നേരത്തെ ചേരാൻ ആഡ് ചെയ്തിടാം. എന്നിട്ട് ഇനി എടുത്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഞാൻ പ്ലേലിസ്റ്റ് ഇടാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ പ്ലേലിസ്റ്റ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ, അതിനകത്ത് കുറേ വീഡിയോസ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതും ആഡ് ചെയ്ത്. ഇനി ഈ സാധനത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്ത് 3 വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടണും ആണ് ഞാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയും. ഇതിനെല്ലാം ഞാൻ എൻഡിലാണ് എനിക്ക് കാണിക്കേണ്ടത്. എൻ്റെ ഈ വീഡിയോ തീരുമ്പോൾ എല്ലാവരും അടുത്തതായിട്ട് ക്ലിക്ക് ചെയ്യണം ഇതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇതിന് എൻഡിലോട്ട് ഇങ്ങനെ വലിച്ച് സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഈ ഓപ്ഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെൻഡൻസി ആവും. നമ്മുടെ ഈ വീഡിയോ കണ്ടല്ലോ, അടുത്ത ഇവരുടെ വീഡിയോ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത വീഡിയോ, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ അപ്പോൾ അതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു എന്തൂസിയാസം, ഇവർ ചെയ്ത പ്രീവിയസ് വീഡിയോ ഒന്ന് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മുടെ കൂടുതൽ വീഡിയോ കാണാനുള്ള ടെൻഡൻസി ഓൾറെഡി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അവർക്ക് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നമ്മുടെ വ്യൂ ഒരുമാതിരിപ്പെട്ടവരുടെയൊക്കെ വ്യൂ കൂടാറുണ്ട്. കാരണം നമ്മുടെ എൻഡ് സ്ക്രീൻ നമ്മുടെ വീഡിയോ വന്നതും ഓട്ടോമാറ്റിക്കലി ഇത് പ്ലേ ചെയ്യാത്തില്ലേ. അപ്പോൾ ഞാനിന്ന് ലാസ്റ്റ് വരെ വലിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാലും വലിച്ചു കിട്ടിക്കോ. അപ്പോൾ ഇനി നിന്നും കാണിച്ചു തരട്ടെ. നമ്മൾ ഇനി അടുത്ത കാർഡ്സ് ആണ് കാണിക്കുക. ഈ കാർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നതിനിടെ മുകളിൽ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ ലിങ്ക് നിങ്ങളുടെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുമ്പോൾ ആ മുകളിൽ ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും കേട്ടോ, പോപ്പപ്പായിട്ട് കാണിക്കാം. അതിന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇതുപോലെ തന്നെ ഏകദേശം 4 കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതും കാർഡിനകത്തും നിങ്ങൾക്ക് കാർഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേലിസ്റ്റ് ചാനൽ ലിങ്ക് എന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഞാനിപ്പോൾ വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ആഡ് ചെയ്തു. ഇനി അതിൻ്റെ ഇച്ചിലൂടെ സ്ക്രോൾ ചെയ്ത് കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് ഒരു വീഡിയോ കൂടെ മുകളിൽ ഇങ്ങനെ പോപ്പ് കാണിക്കണമെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യും. പിന്നെ അങ്ങനെ 4 മിനിമം വീഡിയോ നമുക്ക് സെലക്ട് 4-നകത്ത് ഒരെണ്ണം വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ആക്കാനും ചെയ്യാം കേട്ടോ. അപ്പോൾ 4ാമത്തെ ഞാൻ സെലക്ട് ചെയ്ത് 3 ആഡ് ചെയ്ത് 4ാമത്തെ ഞാൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വീഡിയോയ്ക്ക് വരും താഴെ പ്ലേലിസ്റ്റ് എന്നുള്ളത് കാരണം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് എനിക്കിഷ്ടം പോലെ പ്ലേലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ഞാനത് ആഡ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെയാണ് ഈ കാർഡ് ആഡ് ചെയ്യുന്നത്. ഇത്രയും കാർഡുകൾ നമ്മുടെ ഈ മുകളിൽ നമ്മുടെ വീഡിയോയുടെ എത്ര മിനിറ്റിലാണ് നമ്മൾ കാർഡ് ആഡ് ചെയ്തിരിക്കുന്നത് അവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതോടെ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്ര മിനിറ്റിൽ റായ ക്രാഫ്റ്റ് വേൾഡ് ലേറ്റസ്റ്റ് വീഡിയോസ് ഉള്ള ക്ലിക്ക് വരും. ഇങ്ങനെയാണ് എൻഡ് സ്ക്രീൻ. ഇപ്പം നമ്മുടെ എൻഡ് സ്ക്രീനും കാർഡും കണ്ടാലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഉണ്ട് ഇത് കണ്ടോ, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും എൻ്റെ എവിടേക്കാണ് എൻഡ് സ്ക്രീൻ ഞാൻ ആഡ് ചെയ്ത് അവിടെ വരും. കണ്ടോ, ഇങ്ങോട്ട് നീക്കി വരുമ്പോൾ ഞാൻ ഇവിടെയാണ് എൻ്റെ സ്ക്രീൻ ഞാൻ ആഡ് ചെയ്തത്. ഇതൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഒരു വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടണും. ഇച്ചിരി കഴിയുമ്പോഴത്തേനും തന്നെ മറ്റ് വീഡിയോയും സബ്സ്ക്രൈബ് ബട്ടണും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻഡ് സ്ക്രീൻ കാണുന്നത്. അതുപോലെ തന്നെ കാർഡും നമ്മുടെ പോപ്പപ്പ് കറക്റ്റ് ടൈമിൽ നമ്മൾ എവിടെയാണോ ആഡ് ചെയ്ത് അവിടെ കാർഡ് പോപ്പപ്പ് ആയി കഴിയും. ഇത് ലോങ് വീഡിയോ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതിലൂടെ നമ്മുടെ ഒരു വീഡിയോ കണ്ടവർ അടുത്ത വീഡിയോയുടെ ലിങ്ക് ഇതിലൂടെ അവർക്ക് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് പ്ലേലിസ്റ്റ് കിട്ടുകയും ചെയ്യും. അതിലൂടെ അവർ ഓട്ടോമാറ്റിക്കലി ഈ ലിങ്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇച്ചിരി വ്യൂ ഒക്കെ നമുക്കും കൂടട്ടെന്നേ.